കളയാതെ ചാമ്പയിനാണ് കയ്യിലോട്ട് ഒഴി. ഹാപ്പി ന്യൂ ഇയർ പ്ലീസ്. ഹാപ്പി ന്യൂ ഇയർ. ചാമ്പയിൻ കയ്യിലോട്ട് ഒഴിക്കും. കളയാതെ ഇവിടെ. ഇവിടെ റോസ്മേരി, റോസ്മേരി എന്താ താമസിച്ചേ? വരുന്ന വഴി ചർച്ചിൽ കയറി, അതാണ്. ഹാപ്പി ന്യൂ ഇയർ മൈ ഡാർലിംഗ്. സെയിം ടു യു അർജുൻ. അർജുൻ എന്ത് എന്ത് വേണം അർജുന്? അളിയ ചീത്ത വിളിക്കരുത്. ശല്യപ്പെടുത്താൻ വന്നതല്ല. ഇവന് റോസ്മേരിയെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ന്യായമല്ലേന്ന് ഞാനെങ്കിൽ. ഇത് റോസ്മേരി, ഇവന്റെ കാമുകി. ക്യാ പ്യാർ കർനെ കി ലഡ്കി. अरे यार बहुत प्यारी है. പൂത്ത പണമുള്ള ഒരു കിഴക്കൻ ക്രിസ്ത്യാനിയുടെ ഏക മകൾ. വേറെ ആണുങ്ങളെ കിട്ടാതുകൊണ്ട് നമ്മുടെ അളിയനെ പ്രേമിക്കുന്നു. ഇവിടെ ആന്റിയുടെ കൂടെയാ താമസം. अरे क्या बोलते हैं तू? She is staying with her aunt, Dr. Rachel John, gynecologist. Arjun, she's a psychiatrist. Sorry, she's a psychiatrist. വെള്ളം ഞങ്ങള്. ബൈ ദ വേ, ഇവൻ അശ്വൻ, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടും ക്ലാസ്മേറ്റ്. हेलो. Hey, ये मत करना साला. ഇവനെ കൊണ്ട് പെണ്ണും കൊണ്ടത് പോവാൻ വയ്യെന്നായാലും. साले एक मार मारने तो तुम एक मार मालूंगा, मैं 15 मार मालूंगा. क्या जिंदगी में बुरा बुरा. ഇവന്റെ തന്തയാണ് നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. കേന്ദ്രത്തിലെ ശാപ്പാട് മന്ത്രി മുകുള നാരായണ ശ്രീവാസ്തവ ചതോപാധ്യായ, ഫുഡ് മിനിസ്റ്റർ. പേരിന്റെ വലുപ്പം അനുസരിച്ച് പോക്കറ്റിന്റെ നീളവും കൂടും. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ ഉഴപ്പുന്നു, ഇവൻ ബാംഗ്ലൂരിൽ ഉഴപ്പുന്നു. अर्जुन ये क्या बोलते हैं? तुम्हारा बाप का परदूषण बोलता है साला. क्या परंतु क्या भूषण? പരന്തക്കിരുന്നല്ല, പത്മഭൂഷൺ. രമ എവിടെ? വന്നില്ലേ? She's there. സമാധാനായല്ല എന്നെ പറഞ്ഞയച്ചപ്പോ. അളിയ ന്യൂ ഇയർ അല്ലേ, കുറച്ച് ഓവറായി പോയി. ഒരു സ്മാലും കൂടെ കിട്ടും. നിനക്ക് രമ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു യു. നീ എപ്പോ വന്നു? ജസ്റ്റ് നോ. ചേട്ടനെ കണ്ടോ? കണ്ടു. വാ. I knew him. Excuse me. ഇത് രമ. ഇവിടെ ഫസ്റ്റ് ഇയർ മെഡിസിൻ പഠിക്കുന്നു. ഞങ്ങള് നാട്ടിൽ കോളേജിൽ ഒരുമിച്ചായിരുന്നു. ഹലോ. വരൂ. അനന്തേട്ടനോ? മന്ത്രി സാറും ഉണ്ടല്ലോ. അർജുനല്ലേ? ഉണ്ട്. മോളോ? രണ്ടുപേരുണ്ട്. ഞാൻ വിളിക്കാം. ഇതാരാ? അച്ഛനാ? എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ? അത്യാവശ്യമായിട്ട് ഇതുവരെ വരേണ്ടി വന്നു. ഞാൻ രമമോളെ വിളിക്കാം. മോൻ അറിയോ ഇയാളെ? ഇല്ല. ശേഖരൻ, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഞാൻ മന്ത്രിയായിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. 7th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, അല്ലേടാ?
അതിന് നീ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോടാ? അച്ഛന്റെ ബാഗൊക്കെ എവിടെ? അതൊക്കെ ഗസ്റ്റ് ഹൗസില്, അവിടെയാ താമസം. ഇവൻ സർക്കാരിന്റെ അതിഥിയല്ലേ. ഇവന് ആരെയോ കാണാൻ ഇതുവരെ വരേണ്ടി വന്നു. നിന്നെയും മോളെയും കൂടി കാണാമെന്ന് കരുതി ഞാനും കൂടെ പോന്നു. ഇവന് കാണേണ്ട ആള് ഒരു 150 കിലോമീറ്റർ അപ്പുറത്താണ്. അതിവിടെ വന്നിട്ടാ മനസ്സിലായി. അതുകൊണ്ട് ഉടനെ പോണം. അവിടെ ചെന്ന് അയാളെ കണ്ടിട്ട് അതുവഴി നേരെ നാട്ടിൽ. അതുകൊള്ള നാളെ പോവാ അച്ഛൻ. അത് പോരെ മോനെ, ഞാനിരിക്കുന്ന കസേരയുടെ നട്ടും ബോൾട്ടും ഒക്കെ അല്പം ഇളകിയിരിക്കുക. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. അതിന് നാട്ടിലെ ആശാരിമാരൊന്നും ഇല്ലേ ഇത്രയും ദൂരം? അവൻ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാടാ. ഇവനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിന് അവന്റെ നേതാവിനെ കാണാൻ വന്നതാ. അച്ഛാ, മോള് വാ. പിന്നെ എങ്ങനെ ഇരിക്കുന്നു നിന്റെ പഠിത്തം? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇവിടെ തന്നെ താമസിക്കുന്നോ അതോ ഹോസ്റ്റലിലെങ്ങാനും പോണോ? ഇവിടെ തന്നെ മതി. അനന്ത, നമുക്ക് പോകാം, നേരം വൈകുന്നു. ധൃതി വെക്കാതെടോ, വന്നു കയറിയല്ലേ ഉള്ളൂ. ഞാൻ എന്റെ മക്കളെ നല്ലല്ലോ ഒന്ന് കണ്ടോട്ടെ. അല്ല, അതുകൊണ്ടല്ല. 10 മണിക്ക് മുമ്പ് നമ്മൾ അവിടെ ചെന്നില്ലെങ്കിലേ പിന്നെ കാണേണ്ട ആളിനെ കാണാൻ പറ്റില്ല. ഓ ശരി, ഞാൻ കാരണം അത് മുടങ്ങിയെന്ന് വേണ്ട. വരട്ടെ. വരട്ടെ മക്കളെ. ഇതെന്ത് വരവും പോക്കും അച്ഛൻ. ഇതിലും ഭേദം അച്ഛൻ വരണ്ടായിരുന്നു. അച്ഛനെ അടുത്ത ആഴ്ച വീണ്ടും വരാം. എന്താ? അച്ഛന് തടി വല്ലാതെ കൂടുന്നു. ഞാനോ? ഞാനിപ്പോ മെലിഞ്ഞിരിക്കല്ലേ. ആ പറയുന്ന ആള് മോശമൊന്നുമല്ല. 2 മാനം ബീറൊന്നും വാങ്ങി അടിക്കരുത് പറഞ്ഞേക്ക. ഹേയ്. Vicky, coming for a movie? Come on. നീ ഇന്ന് ക്ലാസ്സിൽ നിന്ന് നേരത്തെ ഇറങ്ങിയല്ലേ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ടെന്താ നീ ഇവിടെ നിൽക്കുന്നത്? കടിച്ച് കടിച്ച് നിന്റെ നഖം മുഴുവൻ തീർന്നല്ലോ. എന്താടാ പാർട്ടി എത്തിയില്ലേ? ഇന്നും പറ്റിച്ചോ? ചെല്ല് വിമൻസ് കോളേജ് വിടാറേ. അതൊക്കെ ഞാൻ കറക്റ്റ് ടൈമിന് എത്തി. പോടാ. ആ പാർട്ടി കണ്ട വല്ല പറയണോ? ഞാൻ അയ്യോ, എന്തിനാ ഇവിടെ വന്നത്? നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? ഞാൻ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴേ ആന്റി ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞത്. അയ്യോ, ആന്റി കണ്ട പ്രശ്നമാകും. പ്രശ്നമാകട്ടെ, എപ്പോഴായാലും അറിയേണ്ടതല്ലേ. പ്ലീസ് അർജുൻ, പ്ലീസ് പോ. അർജുൻ പ്ലീസ് പോ. ഞാൻ പോകാം, പിടിച്ച് തള്ളാതെ. ഓക്കെ, ഒരൊറ്റ കണ്ടീഷൻ. നാളെ വൈകിട്ട് 5 മണിക്ക് നെഹ്റു പാർക്കിൽ വരുമോ? പ്രോമിസ്? ഓക്കെ, പ്രോമിസ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നെഹ്റു പാർക്ക് 2 എണ്ണം ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് കണ്ടോൺമെന്റിലെ നെഹ്റു പാർക്ക്. എന്താ അർജുൻ? ഒരു കാര്യം പറയട്ടെ. എന്താ ഇത്? എന്താ അവിടെ ബഹളം? ആരാ മോളെ അത്? ഐ ഡോണ്ട് നോ ആന്റി, എനിക്കറിയില്ല. ഹലോ ആന്റി, ഐ എം അർജുൻ. ഞാനൊരു മലയാളിയാണ്. ഈ വഴിക്ക് പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ.
അന്യനാട്ടിൽ ഒരേ നാട്ടുകാർ തമ്മിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഡോക്ടറാണല്ലേ? പുറത്തെ ബോർഡ് കണ്ടു, ഡോക്ടർ റേച്ചൽ ജോൺ, സൈക്കാട്രിസ്റ്റ്. വട്ടുകളെ ചികിത്സിക്കുന്നതാണ് പണിയല്ലേ? വലിയ ബുദ്ധിമുട്ടുള്ള പണിയാ. ചിലപ്പോ ഈ വട്ടന്മാര് കയറി മേത്ത് പിടിക്കുക. ആന്റി, ഞാനൊന്ന് ഇരുന്നോട്ടെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തിനാ ചോദിക്കുന്നതല്ലേ? താങ്ക് യു. ആന്റിക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിൽക്കാം. എവിടാ വീട്? തൃശ്ശൂരാണോ അതോ കോട്ടയത്താണോ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കേണ്ടെന്ന് കരുതി ചോദിച്ചെന്നേ ഉള്ളൂ. കൊള്ളാം, നല്ല വീട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെന്താ വാടക? അറിഞ്ഞിട്ട് എന്ത് വേണം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഹസ്ബൻഡ് ഇപ്പോ... അറിഞ്ഞിട്ട് എന്ത് വേണം? ഇതെന്താ ഒരേ ഉത്തരം ഇങ്ങനെ ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഞാനും മലയാളി, നിങ്ങളും മലയാളി, എന്നാ ഒന്ന് പരിചയപ്പെട്ടിരിക്കാന്ന് കരുതിയ ഇങ്ങനെ സ്വീകരണം? എനിക്ക് അത്രയും സൗകര്യമുള്ളൂ. തനിക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഒരു കാര്യമില്ലാതെ പരിചയമില്ലാത്ത വീട്ടുകാർ വന്ന് അലമ്പുണ്ടാക്കുന്നു. തനിക്കെന്താ വട്ടാണ്? അതെ, അതാണല്ലോ ഡോക്ടറെ കാണാൻ ഞാൻ വന്നത്. ഈ ഡോക്ടർമാരോടും കള്ളന്മാരോടും എല്ലാം തുറന്ന് പറയണമെന്നാണല്ലോ. സോറി, ഡോക്ടർമാരോടും വക്കീലന്മാരോടും ഒന്നും ഒളിക്കരുതെന്നാണല്ലോ. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രേമമാണ് എന്റെ പ്രശ്നം. യോ, പേടിക്കണ്ട, ഡോക്ടറോടല്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. കല്യാണത്തിന് അവരുടെ വീട്ടുകാർ എതിർത്താലും എന്റെ വീട്ടുകാർ സമ്മതിക്കും. അതായിരിക്കും കാരണം അവൾക്ക് എന്നോട് ഇപ്പോ ഒരു അകൽച്ച. എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ മറക്കാനും വയ്യ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ അഭിപ്രായം എന്താ? കുട്ടിയാണ് ഈ അവസ്ഥയിലെങ്കിൽ എന്ത് ചെയ്യും? മിസ്റ്റർ, നിങ്ങൾ പുറത്തു പോകണം. ഞാനൊരു രോഗിയാണ്, ചികിത്സയ്ക്ക്. ഗെറ്റ് ഔട്ട്. പോണോ അല്ലേ? പുറത്തു പോകാനല്ലേ പറഞ്ഞത്? അല്ല ആന്റി, ഇനി ഡോക്ടർക്ക് വല്ല സംശയം തോന്നിക്കാണുമോ? എന്താ, എനിക്ക് വട്ടാണെന്നോ? പോടാ. പിന്നെ നീയും റോസ്മേരിയും തമ്മിൽ പ്രേമമാണോന്ന് തോന്നി എനിക്കെന്താ? നിനക്കൊന്നുമില്ല. ആ പെണ്ണാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണ്ടേ? എന്ത് ചെയ്യും? അവളെ ഇറക്കി വിടുവോ? ഇറക്കി വിട്ടാൽ ഞാൻ വിളിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ. अर्जुन, आर यू सीरियस? യെസ്, ഐ എം ഡാം സീരിയസ്. രവി, നിനക്കറിയാലോ, 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ സിറ്റിയിൽ ബോർഡിങ്ങിലാണ് പഠിക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ എന്റെ 5-8 കൊല്ലത്തെ ഇവിടുത്തെ ജീവിതത്തിനിടയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ പെൺകുട്ടിയോടും എനിക്ക് ഈ താല്പര്യം തോന്നിയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എന്താ കാരണമെന്ന്. അവളെ ആദ്യമായി കണ്ട നിമിഷം തന്നെ ഞാൻ തീരുമാനിച്ചതാ അവൾ എന്റേതാകുമെന്ന്. വിവാഹത്തിന് വല്ല എതിർപ്പും ഉണ്ടായാലോ? ഉണ്ടാകും, ഉണ്ടാവട്ടെ, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാ പൊന്നുവനെ ഞാൻ അവളെ എന്റേതാക്കിയത്. അതുകൊണ്ട് ആരെതിർത്താലും ശരി, ഞാൻ വിട്ടുകൊടുക്കില്ല. മോനെ, അഞ്ചേട്ടനെ അറസ്റ്റ് ചെയ്തു. എപ്പോ? ഇന്ന് രാവിലെ. നാട്ടിൽ നിന്ന് ശങ്കരേട്ടൻ ഫോൺ ചെയ്തിരുന്നു. മോനെ പല സ്ഥലത്തും അന്വേഷിച്ചു. അച്ഛൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അറിയില്ല. രമ അറിഞ്ഞോ? പറഞ്ഞില്ല. വേണ്ട, അവളെ അറിയിക്കണ്ട. അവളെ അറിഞ്ഞാകെ പ്രശ്നമാകും. എനിക്ക് ഉടനെ നാട്ടിൽ പോണം. അപ്പൊ രമയോ? കുറച്ചു ദിവസത്തേക്ക് അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. ആശാനെ, അച്ഛൻ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അറിഞ്ഞുകൂടെ കുഞ്ഞെ, ആരോട് ചോദിക്കാൻ? അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശങ്കരേട്ടൻ പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. ശങ്കരേട്ടനോടെ? അകത്തുണ്ട്, ആർക്കും ഫോൺ ചെയ്യുക. അതെ, നിങ്ങൾ SP വരുമ്പോൾ പറഞ്ഞാൽ മതി. ശങ്കരേട്ടൻ പറഞ്ഞു തന്നെ പറയണം. ശങ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എളുപ്പം മനസ്സിലാകും, അതുകൊണ്ടാ. ആ ശരി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. വന്ന ഉടനെ വിളിക്കാൻ പറയണേ. ഞാൻ SP ഒന്ന് വിളിക്കായിരുന്നു, അയാൾ സ്ഥലത്തില്ല. ശങ്കരേട്ട, അച്ഛൻ എന്താ സംഭവിച്ചത്? എല്ലാം പറയാം. നീ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് വരെയല്ലേ, പോയി കുളിച്ച ഈ ഡ്രസ്സൊക്കെ ഒന്ന്. എനിക്ക് ആദ്യം അച്ഛനെ കാണണം. അതിനല്ലേ SP ട്രൈ ചെയ്തത്. അച്ഛൻ എവിടാ ഉള്ളതെന്ന് ചോദിച്ചിട്ട് ആ പഹയമാര് പറയുന്നില്ല. ആരാ അറസ്റ്റ് ചെയ്തത്? സെൻട്രൽ സ്റ്റേഷനിൽ CI വന്നത്. അതെ, ഞാൻ അറിയുന്നയാളാ CI. നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഇന്നലെ ആ DIG ഞാൻ പോലീസ് ക്ലബ് വെച്ച് കണ്ടതാ. എന്നിട്ട് അയാളൊരു അച്ഛനെ ഇതിനെ പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ആനക്കള്ളം പറയല എന്റെ ശങ്കരേട്ടാ. DIG പോയിട്ട് കോൺസ്റ്റബിളിനെ പോലും കണ്ടിട്ടുണ്ടാവില്ല. താൻ എന്നറിഞ്ഞിട്ടേ വർത്താനം പറയുന്നത്? തനിക്കറിയാവോ DIG ആരാണെന്ന്? പൊന്നമ്പലത്തെ ശിവരാമന്റെ 2ാമത്തെ മകള് പാർവതിയുടെ ഭർത്താവാ DIG. എനിക്കറിയാം. ഇതാ വരുന്നത്.
CI ഭരതൻ ഇല്ലേ? ഉണ്ട്. ആരാ അവിടെ? ഗുഡ് മോർണിംഗ്. താനാരാ? ഞാന് പിന്നെ ശങ്കരേട്ടൻ. താൻ എന്താ ചോദിച്ചത്? ഭരതനില്ലേന്നോ? താനാണോ എന്നെ മടിയിരുത്തി പേരിട്ടത്? അല്ല, അത് പിന്നെ ഞാൻ സാറ് പുറത്തിറങ്ങിക്കടോ. പുറത്തേക്കാം. SP വിളിച്ച് വരട്ടി കാണും. അതാ അവന് ഇത്ര ചൂടേ. ശങ്കരേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാ. അവനും എന്നൊക്കെ വെറുതെ പറയണ്ട, ഇനിയും കേൾക്കും. ഏയ്, വെറും പാവാണെന്ന്. ഞങ്ങള് ചെറുപ്പകാലത്ത് ഒന്നിച്ച് കിടന്ന് കുറെ കലക്കിയിട്ടുള്ളതാ. ഓ മതി, വാ. മേ കമിൻ സർ? വരൂ, ഇരിക്കൂ. താങ്ക് യു. ഇവിടെയുണ്ടോ? DYSP ഇപ്പൊ വരും. ഇവിടുന്ന് ബീഡി വലിച്ച അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. DYSP നമ്മുടെ ഭാവിയല്ലേ? ശങ്കരേട്ടാ, ഏയ്, എന്നോടൊന്നും പറയില്ലെന്ന്. ഈ ലോകത്തുള്ള സകലതയെ ശങ്കരേട്ടൻ അറിയാം, സമ്മതിച്ചു. പക്ഷെ അതൊന്നും ഇപ്പൊ ഇവിടെ കാട്ടണ്ട. നമ്മളിപ്പോ അവരുടെ ദേവില, അത് മറക്കണ്ട. കഷ്ടം. സാർ, ഞാൻ അനന്തന്റെ മകനാണ്, അർജുൻ. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. കാണാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് കാണാൻ പറ്റില്ലെന്ന്? എനിക്ക് കോർട്ടിൽ പോകാൻ സമയമായി. നിങ്ങൾ പോണം. സർ, പ്ലീസ്. ഇങ്ങനെയല്ലല്ലോ മുതലാളിമാരുടെ പതിവ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മോളിൽ നിന്നാണല്ലോ ഉത്തരവ് വരിക. തനിക്കെന്താ മോളിലൊന്നും പിടുത്തമില്ലേ? നാട്ടുരാജാവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നിന്റെ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. കള്ളക്കടത്തുകാരുടെ നക്കാപ്പിച്ച വാങ്ങുന്ന ഓഫീസർമാരുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നെഞ്ചു വിരിച്ചു നിന്നു. അത് നിന്റെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നെ പമ്പരം പോലെ കറക്കി. അനന്തം വിചാരിച്ചു കാണും ഭൂമി കറങ്ങില്ല എന്ന്. പക്ഷേ ഇപ്പൊ ബോധ്യമായി കാണും കാലം മാറുമെന്ന്. എന്റെ അച്ഛനെ വെറുതെ വിടണമെന്ന് യാചിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. തന്നോടല്ലേ ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത്? ഞാനും മലയാളത്തിൽ തന്നെ ചോദിക്കുന്നത്. നിങ്ങളാണ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. കാണാൻ സാധ്യമല്ല. On what ground are you saying that? I have the right to see him. ഓഹോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സമ്മതിക്കുന്നാണോ നിന്റെ വിചാരം? എന്താ മിസ്റ്റർ ഭരതൻ, ഒരു ഒച്ചയും ബഹളമൊക്കെ? ഇയാളേതാ? എന്താ ഇയാളെ പ്രശ്നം? ഇന്നലെ അറസ്റ്റ് ചെയ്തില്ലേ അനന്തൻ? അയാളുടെ മകനാ. അയാളെ കാണണമെന്ന് ഇവന് നിർബന്ധം. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിന് അനന്തനോട് ഇല്ലല്ലോ. Come with me. നിങ്ങളെങ്ങോട്ടാ? വെയിറ്റ് ഔട്ട് സൈഡ്. നല്ല കാര്യം ഉണ്ടായിരുന്നു. വെയിറ്റ് ഔട്ട് സൈഡ് എന്നല്ലേ പറഞ്ഞോളൂ.